ാണ് കടത്തി വിട്ടത്. ഈ നിങ്ങൾ ഇന്ന് രാവിലെ പോകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ പോയതായിരുന്നു. ചൂരൽമലയാണോ? ചൂരൽമലയാണ് വീട്. ഞങ്ങൾ പഴയ വില്ലേജ് റോഡിലാണ് താമസിക്കുന്നത്. രാവിലെ വരുമ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല. രാവിലെ സ്കൂളിലേക്ക് മക്കളെ വിടുമ്പോൾ ഒന്നും മഴയുണ്ടായിരുന്നു, പക്ഷേ റെഡ് അലർട്ട് ആയിരുന്നില്ലല്ലോ, അതുകൊണ്ട് സ്കൂളിലേക്ക് വിട്ടു. നിങ്ങളൊക്കെ ഇപ്പോൾ പോകാൻ ഊഴം കാത്തു നിൽക്കുകയാണല്ലോ? അതെ, പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഓഫീസിലേക്ക് വന്നതാണ്, അതുപോലെ കുട്ടികൾ ക്ലാസ്സുകളിലേക്കും. 2 ദിവസമായിട്ട് ചൂരൽമല നല്ല മഴയുണ്ട്, പക്ഷേ ഒരു മുന്നറിയിപ്പും നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. 2 ദിവസം നല്ല പേടിയോടെ തന്നെയാണ് അവിടെ താമസിച്ചതുള്ളത്. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് മുന്നറിയിപ്പ് തരാനുള്ള ഒരു സജ്ജീകരണം ഉണ്ടാക്കണം എന്നാണ് അധികൃതരോട് പറയാനുള്ളത്. ഇപ്പോൾ റെഡ് അലർട്ട് ആണെങ്കിൽ സ്കൂളൊക്കെ ലീവായിരിക്കുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ, റെഡ് അലർട്ട് ഒന്നും ഇല്ലല്ലോ. അതുപോലെ എല്ലാ വർഷവും ഞങ്ങൾ ഇനിയിപ്പോൾ ഇത് പ്രതീക്ഷിച്ച് തന്നെയാണ് ലൈഫിൽ മുന്നോട്ട് പോകുന്നത്. കാരണം ഇപ്പം അവിടെ ചൂരൽമല അവശേഷിക്കുന്നവരുടെ കാര്യം വളരെ പരിതാപകരമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരുപാട് പൊട്ടുകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾക്കൊരു ഈ ഒരു വഴിയേ ഉള്ളൂ ചൂരൽമലയ്ക്ക്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഇതേപോലെ ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ട സ്ഥിതിയാണ് അവിടെ ഉള്ളത്. നമുക്ക് ശരിക്കും സുരക്ഷിതമായിട്ട് നിൽക്കാനുള്ള ഒരു കേന്ദ്രം ഇപ്പോൾ ചൂരൽമലയില്ല. സ്കൂളുകളിലായിരുന്നു എല്ലാവരും നിന്നിട്ടുണ്ടായിരുന്നു, ചൂരൽമല വെള്ളാർമല സ്കൂളിൽ. ഇപ്പം ആ ഒരു സജ്ജീകരണം ഇല്ലാതായിരിക്കുകയാണ്. മോളെ എന്താണ്, ഞാൻ അങ്ങോട്ട് പോകണല്ല? പേടിയോടെ തന്നെയാണ് വരുന്നത്. പക്ഷേ പേടിയുണ്ടോ? ഒരു സംഘം ആളുകൾ പോയി, ഇനിയും മണ്ണ് നീക്കം ചെയ്ത് അടുത്ത ആളുകൾ പോവാണ്. കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ്. മോളെ, ഇപ്പോ രാവിലെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലേ? കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല.